79-9 വാക്യം. സങ്കീർത്തന പുസ്തകം 79-9 വാക്യം നമുക്ക് വായിക്കാം. ഞങ്ങളുടെ ദൈവമായ ദൈവമേ, നമ്മുടെ രക്ഷയായ ദൈവമേ, നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ നാമനിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. മതി. ഇവിടെ ആദ്യ സങ്കീർത്തനക്കാരൻ ആസാബ് ദൈവസന്നിധിയിൽ വിളിച്ചു പറയുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നിന്റെ നാമ മഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണം. അപ്പം ഒരു ദൈവ പൈതലിന് ഇവിടെ സഹായം ആവശ്യമായി വന്നിരിക്കുന്നു. അത് എന്തിനായിട്ട് ആ സഹായം ചെയ്യണമെന്ന് ചോദിച്ചാൽ ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്യണം. ആദ്യാസ്തോത്രം. എന്റെ ജീവിതത്തിനകത്ത് ദൈവനാമ മഹത്വം വെളിപ്പെടണം. അതൊരു സാമ്പത്തികത്തിന്റെ വെളിപ്പെടലല്ല, അതല്ലെങ്കിൽ ഒരു പദവിയുടെ വെളിപ്പെടലല്ല. ദൈവനാമ മഹത്വം എന്നിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ സഹായിക്കണം. 2, നിന്റെ നാമ നിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളെ പാപങ്ങളെ പരിഹരിക്കണം. അപ്പൊ നമ്മളിപ്പോൾ സഹായം ദൈവത്തോട് ചോദിക്കേണ്ടി വന്നതിന് കാരണം നമ്മളിൽ എന്തുണ്ട്? പാപമുണ്ട്. അത് പരിഹരിക്കപ്പെടണം. ആ പാപം പരിഹരിക്കപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ കഷ്ടതയിലായിരിക്കുന്നത്. ഏത് കഷ്ടതയിൽ എന്നതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? സഹായം ചോദിക്കേണ്ട വന്ന കാര്യം, യാക്കോബിനെ അവരെന്ത് ചെയ്തു? വിഴുങ്ങിക്കളഞ്ഞു. യാക്കോബിനെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ യാക്കോബിന്റെ അനുഗ്രഹം നമുക്കറിയാം. എന്നാണ്? നീ കിടക്കുന്ന ഭൂമി നിന്റെ തലമുറയ്ക്ക് ശാശ്വത അവകാശമായിട്ട് ഞാൻ കൊടുക്കും. 2, നിന്റെ അപ്പന്റെ ഭവനത്തിൽ നിന്നെ ഞാൻ സന്തോഷത്തോടെ മടക്കി വരുത്തും. ഞാൻ എല്ലാ നാളും ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. അപ്പൊ ഇപ്പോൾ ആത്മസ്തോത്രം ചെയ്യുന്നു. ചില അവകാശങ്ങളിൽ നിന്ന് താനിപ്പോൾ പുറത്തായി. 1. 2, അപ്പന്റെ ഭവനത്തിൽ എന്തില്ല? തനിക്ക് ഒരു സന്തോഷവും ഇല്ല. 3, ദൈവ കൂടെ ഇരിക്കുന്നില്ല. ഈ 3 വിഷയങ്ങൾ യാക്കോബ് വിഴുങ്ങിക്കളഞ്ഞു. ആ വിഴുങ്ങിയത് കൊണ്ട് യാക്കോബിന്റെ നന്മകൾ ഇപ്പൊ ശൂന്യമായി. യാക്കോബിന് ഒന്നും അനുഭവിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ താൻ ശൂന്യമായി പോയി. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഇതുപോലെയാണ് ദൈവത്താൽ വിളിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കള് പലരുടെയും ജീവിതത്തിനകത്ത് ആത്മസ്തോത്രം ഈ കഷ്ടതയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഈ കഷ്ടതയിൽ കൂടെ കടന്നുകൊണ്ടിരിക്കണം. ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ 44-ാം സങ്കീർത്തനം അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ച്. 13-ഉം 14-ഉം വാക്യം വായിച്ചോ വേഗത്തിൽ. നോക്കണമേ, 2-ാമത്തെ വിഷയം അയൽക്കാർക്ക് എന്താക്കി മാറ്റി? അപമാനം. നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ അവര് പറയാണ്, അതാ മൂദേവി ഇറങ്ങി, ഇന്നിനി ആ വഴി പോണ്ട എന്ന് പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യുകയാണ്? അപമാനിക്കുകയാണ്. മനസ്സിലായില്ലേ? അപമാനിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. പണ്ട് ഞാൻ കറവ സൊസൈറ്റിക്ക് പാല് കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 4 മണിക്ക് പാല് കറന്ന് ഞാൻ KTDC വരെ കൊണ്ടുപോകുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ വീട്ടിലും ഹിന്ദുക്കളുടെ വീട്ടിലും ഈ ചിങ്ങം 1 വരുമ്പോൾ എന്നെ വിളിച്ചകത്ത് കയറ്റിയിരുത്തും. പാലും എൻ്റെ അത് വാങ്ങി എന്നെ കയറ്റിയിരുത്തിയിട്ട് അല്യാസുദ്ര അന്നത്തെ പൈസ 50 രൂപ 100 രൂപയൊക്കെ എന്ത് ചെയ്യും? എനിക്ക് കൈനീട്ടമായിട്ട് തരും. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഈ ബന്ധകോസ് മാർക്കത്തിൽ ഇറങ്ങിയതിനു ശേഷം ആരും എന്നെ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ വിളിച്ചിട്ടുമില്ല, കയറ്റി ഇരുത്തിയിട്ടുമില്ല. നിങ്ങൾ മനസ്സിലായ? ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഇത് 2ന്റെ വ്യത്യാസമായി ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. മനുഷ്യർ നമ്മളെ ഒരുപാട് വീക്ഷിക്കുന്നുണ്ട്. ഇത് നമ്മൾ വിചാരിക്കും ദൈവവചനം മറ്റുള്ളവർക്കാർക്കും അറിയില്ല എന്ന്.
ശരിക്കും നമ്മളെക്കാൾ ദൈവവചനം പഠിച്ച ഹിന്ദുക്കളുമുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്. അവര് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും അവരെന്ത് ചെയ്തിരിക്കും? കുറിച്ചു വെക്കുന്ന പോലെ നോട്ട് ചെയ്തിട്ട് പറയും, ഇവൾ പോണ പള്ളി മുടിയും. അവര് പറയുന്ന വാക്കിതാ. കാരണം നമ്മുടെ സ്വഭാവം അവരെന്ത് ചെയ്ത് കഴിഞ്ഞു? പഠിച്ചു കഴിഞ്ഞത് കണ്ടാണ് അവർ പറയുന്നത്, ഇവൾ പള്ളിയിൽ പോയിട്ട് കാര്യമല്ല, ഇവൻ പള്ളിയിൽ പോയിട്ട് കാര്യമല്ല, ഇവര് പോണ പള്ളി എന്ത് ചെയ്യും? മുടിയും. ഇങ്ങനെ 10 പേര് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമായിട്ടങ്ങ് മാറും. നീ ഞങ്ങളെ അയൽക്കാർക്ക് അപമാനവും ചുറ്റുമുള്ളവർക്ക് നിന്നയും പരിഹാസവുമാക്കി മാറ്റി. അടുത്ത നോക്കണമേ, വംശങ്ങള് നമ്മളെ ബന്ധുക്കളും മൊത്തം നമ്മളെ എന്ത് ചെയ്യാണ്? വംശങ്ങൾ നമ്മളെ തലകുലിക്കാണ്. ഇവ മുടിയും എന്ന അഭിപ്രായമാണ് ബന്ധുക്കളുടെ ഇടയിലും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മളെ പൗലോസ് അപ്പോസ്തലന്റെ കാര്യം ഇത് വെറും വാക്കല്ല. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ച്. നോക്കണം, പൗലോസ് പറയുന്നത് കണ്ട, അല്ലയോ സദനം ചെയ്യുന്നു, ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും കൂത്തുകാഴ്ചയായി മനുഷ്യർക്കും. അപ്പൊ ഇനി എവിടെയെങ്കിലും ഉണ്ടാ? ഒന്നുകൂടെ വായിച്ച. ഒന്ന് ലോകത്തിന്, ദൂതന്മാർക്ക്, മനുഷ്യർക്ക്. അപ്പൊ 3 സ്ഥലവും ആയി, കൂത്തുകാഴ്ചയായി മാറി. അത് അങ്ങനെ മാറിയപ്പോൾ പൗലോസ് പറയുകയാണ്, ഞങ്ങളെ മരണവിധിയിൽ ഒടുക്കത്തവരായി നിർത്തിയിരിക്കുന്നു. അതിന്റെ 13-ാം വാക്യം വായിച്ച്. നോക്കണമേ, ഞങ്ങൾ ലോകത്തിന്റെ ചവറും എല്ലാവർക്കും അഴുക്ക്. നമ്മളെ കാണുന്നവർ നമ്മളെ കഴുകിക്കളയോ തുടച്ചു കളയോ ചെയ്യുന്ന ഒരു അനുഭവത്തിലുള്ള ഒരു ജീവിയെ കാണുന്നത് പോലെ നമ്മളെ അവര് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, ഇതിനെല്ലാം കാരണം ദൈവമാണ് ചെയ്തത്. കാരണം ഹോശേയ പ്രവചനം 5-ാം അധ്യായം അതിന്റെ 13, 14, 15 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്ക. 5-ന്റെ 13. നോക്കണമേ, എഫ്രയീം വലം കൈയുടെ പുത്രൻ. ദൈവം യാക്കോബ് വലം കൈ വെച്ച് അനുഗ്രഹിച്ച മകനാണ് എഫ്രയീം. പക്ഷെ അവനൊരു മുറിവ് വന്നപ്പോൾ അവൻ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് പകരം അവൻ എങ്ങോട്ട് പോയി? അശൂരിൽ ചെന്നു. ഇന്ന് പലരും അങ്ങനെയാണ്, അശൂരിലേക്ക് പോവുകയാണ്. രോഗം വന്നു, മരുന്ന് വാങ്ങാനായിട്ട് എവിടെ പോകുന്നു? അശൂരിൽ പോണ്. പക്ഷെ ദൈവസന്നിധിക്കല്ല. ഞാൻ പറയട്ടെ, പണ്ടൊക്കെ ആണെങ്കിൽ ആല്യാസദ്രം പാസ്റ്റർ വിളിച്ച് ഇരുത്തി 1-2 ദിവസം വീട്ടിലിരുത്തി ഉപവസിക്കുന്നവരുണ്ട്. വീട്ടിൽ ഉപവസിക്കാൻ കഴിയാത്തവർ പള്ളിയിലിരുന്ന് ഉപവസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ വീടിന്റെ ഫ്രണ്ടിലുള്ളത് ഒരു പള്ളിയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള പള്ളിയാണ് TPM. അവിടുത്തെ TPM ചർക്കാപ്പൂപ്പന്റെ വീട്ടിന്റെ നേരെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പള്ളിയാണ്. അവിടെ ഞാൻ കണ്ടിട്ടുള്ളത്, അവര് മരുന്ന് വാങ്ങാനൊന്നും എന്ത് ചെയ്യില്ല, പോകില്ല. കുറെ സഹോദരിമാർ, ആന്റിമാരെല്ലാം കൂടെ വളഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും. കുറെ കഴിയുമ്പോൾ അവരുടെ മൂപ്പം വരുന്നു, അവരിരുന്ന് പ്രാർത്ഥിക്കും. ആ ഒരു അനുഭവമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു ചെറിയ പനി വന്നാലും നമ്മൾ എവിടെ ഓടും? ആശുപത്രിയിലേക്ക് ഓടുകയാണ്.
ഞാൻ ഇന്നലെ ചിത്രയിൽ പോവുകയായിരുന്നു. രാവിലെ ഒരുങ്ങി 7:30 മണിയായപ്പോൾ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ ദൈവാത്മാവ് പറഞ്ഞു, ഇന്ന് നീ പോണത് വെറുതെ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കേട്ടോളാം. അപ്പൊ മോൻ വിളിച്ച് ബുക്കിയൊക്കെ ചെയ്തത് കണ്ട് പോകാൻ പാപ്പാ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞിടേ, ഇന്ന് പോണ യാത്ര ശുഭമല്ല, നമ്മൾ പെയ്യതുപോലെ തിരിച്ച് മടങ്ങി വരും, ഒരു കാര്യവും നടക്കില്ല എന്ന് പറഞ്ഞു. ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ 4 മണിയായി, ഒരു കാര്യവും എന്ത് ചെയ്തില്ല, നടന്നില്ല. അവര് പറഞ്ഞ് കിഡ്നിയുടെ ഡോക്ടറെ കണ്ടിട്ട് വരാം, അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന്. 3 മണി വരെ ക്യൂവിൽ നിന്ന് ടോക്കൺ വിളിച്ച് അകത്ത് കയറി 153ാമത്തെ ടോക്കണും കിട്ടി. അവിടത്ത് കയറി അവിടെ 3 മണി കഴിഞ്ഞ് ചെന്ന് കയറിയപ്പോഴാണ് ഇങ്ങനെ ഒരു അഭിപ്രായം. അല്ലേ, 450 രൂപ കൊടുത്ത് എന്ത് ചെയ്തു, ബുക്ക് ഓപ്പൺ ചെയ്തതും പോയി, സമയവും നഷ്ടം. അപ്പൊ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ എന്ത് ചെയ്തു, ദൈവാത്മാവ് പറഞ്ഞു. കാരണം തലേ ദിവസം രാത്രി മുഴുവനും, ഇന്നലെ പെരിക്കാന്ന് രാത്രി മുഴുവനും പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ യാത്രയെങ്കിലും ശുഭമാക്കണം, ഈ യാത്രയിലെങ്കിലും എന്ത് ചെയ്യണം, കാര്യങ്ങള് ഭംഗിയാകണം, ഇനിയെങ്കിലും ഈ പത്തിച്ചാപ്പാടൊക്കെ ഒഴിവാക്കണമെന്നുള്ള എല്ലാ പ്രാർത്ഥനയോടെയാണ് ഇരിക്കുന്നത്. പക്ഷെ അവരനുവദിച്ചില്ല. അപ്പൊ ആ ഇറങ്ങിയപ്പോൾ തന്നെ ദൈവം പറഞ്ഞു. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്, ദൈവാത്മാവിന് എന്ത് ചെയ്യില്ല, വില കൊടുക്കയില്ല, കീഴടങ്ങയില്ല. നമ്മുടേതായ റൂട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് അങ്ങ് പോവുകയാണ്. അടുത്ത വാക്യം നോക്കണമേ. ഇങ്ങനെ വന്നപ്പോൾ ദൈവാത്മാവിന് എഫ്രൈം കീഴടങ്ങാതെ വന്നപ്പോൾ ദൈവം എഫ്രൈമിന് എന്തായി, ഒരു സിംഹമായി. എവിടെ വെച്ച് മനുഷ്യനെ കണ്ടാലും സിംഹം എന്ത് ചെയ്യും, കടിച്ചു കീറും. അപ്പൊ ദൈവം ഇപ്പൊ എങ്ങനെ, ദൈവമക്കൾക്ക് എങ്ങനെ ആയിരിക്കുകയാണ്, സിംഹം പോലെ ഇരിക്കുകയാണ്. സിംഹം പോലെ കടിച്ചു കീറുന്ന ഒരു അനുഭവത്തിൽ ആയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇതിൽ നിന്നൊരു മടങ്ങി വരവ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. ഒരു മടങ്ങി വരവ്. നമ്മളെ ഇഷ്ടത്തിന് പോകാനല്ല കർത്താവിന്റെ രക്തത്തിൽ നമ്മൾ കുളിക്കപ്പെട്ടത്. അല്ലെ, നമ്മുടെ ഇഷ്ടത്തിന് പോകാനാണെങ്കിൽ നമ്മൾ ഈ മാർഗത്തിൽ വരരുത്. നമുക്കൊരു നാഥനുണ്ട്. ആ നാഥന്റെ പുറകെ പോകാൻ, ആ നാഥന്റെ ഉപദേശം അനുസരിക്കാൻ, ആ നാഥൻ പറയുന്നത് കേട്ട് അനുസരിക്കാൻ ആണ് നമ്മളെ വിളിച്ചത്. അതനുസരിച്ച് പോകാൻ. അല്ലെ, ദൈവം തന്നെ പറയുന്നത് ഫിലിപ്പിയ ലേഖനം 2 നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ്. ആല്യാസ്വത്രം 4-ാം വാക്യം 2-4 വായിക്കുമ്പോൾ പാപഭേദങ്ങളെ വിവേചിക്കാതെ, ആ വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 2-4. അതിനു മുമ്പ് പാപഭേദങ്ങളെ വിവേചിക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം. 1:10 വായിച്ചോ. 1:10 9 വായിച്ചോ. 9. ഭേദാഭേദങ്ങളെ, വ്യത്യാസങ്ങളെ വിവേചിക്കുന്നവരാകണം. ക്രിസ്തുവിന്റെ ജീവിതവും ജാതികളുടെ ജീവിതവും തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വിവേചിക്കുന്നവരാകണം. ഭേദാഭേദങ്ങളെ വിവേചിക്കണം. മനസ്സിലായില്ലേ? എന്തിനാണ്? അടുത്ത വാക്യം എന്താ പറയുന്നത്? എന്നുള്ളതറിയാം. ഇത് വിവേചിച്ച് നമ്മൾ ജീവിക്കേണ്ടത്. ക്രിസ്തുവിന്റെ നാളിൽ നമ്മൾ നിർമ്മലരായി, ഇടർച്ചയില്ലാത്തവരായും
ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിന്റെ നീതിഫലം നിറഞ്ഞവരായി തീരണം. ഇതിലാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. നമ്മളെ ഇഷ്ടത്തിന് പയ്യ ഈ നീതിഫലം എന്ത് ചെയ്യില്ല, നമ്മളിൽ കായ്ക്കൂല, നമ്മളിൽ ഒരിക്കലും കായ്ക്കൂല. ഇപ്പൊ നമ്മൾ ദൈവമക്കൾ എന്ന് പറയുന്ന എല്ലാവരും ഇപ്പൊ എങ്ങോട്ടാണ് യാത്ര? ജാതികളെ പോലെയാണ്. നിങ്ങൾക്കറിയാമോ, ഈ കാലഘട്ടം ഇപ്പോൾ സ്കൂൾ അവധിയുടെ കാലഘട്ടമാണ്. എല്ലാ പള്ളിയിലും എന്താണ് ഉപവാസ പ്രാർത്ഥന, BBSന്റെ കാലഘട്ടം അല്ലേ? ശരിക്കും ഈ BBS എന്ന് പറയുന്നത് എന്ത് മാർഗമായി മാറി? കുറച്ചു പേരുടെ ഉപജീവന മാർഗമായി മാറി. അതായത് കോവിലുകളിൽ നടക്കുന്ന ഒരു സീസണിൽ നടക്കുന്ന പരിപാടി പോലെ ഇല്ലേ? ഈ BBS നടത്തിയിട്ട് 7 ദിവസം 9 ദിവസം 20 10 ദിവസം ഒക്കെ നടത്തിയിട്ട് ഒരു കുഞ്ഞുങ്ങളെ സഭയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയട്ടെ. ഇവിടത്തെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകണതല്ലാതെ അവിടെ നിന്ന് ഒരു കുഞ്ഞുങ്ങളെ നേടി. കാരണം പ്രാകാരത്തിന് ഇപ്പുറത്ത് ജാതികൾ കടക്കരുതെന്ന് പറഞ്ഞു ദൈവം. ഇന്ന് BBSനകത്ത്, സഭയ്ക്കകത്ത്, ഈ വാതിലിനകത്ത് ജാതികളാ കൂടുതൽ വരുന്നത്. എന്തിനാണ് അവര് പറഞ്ഞത്? ഡാൻസിനും. അവരുടെ ക്ഷേത്രങ്ങളിലും എന്താണ് രാത്രി നടക്കുന്നത്? ഇത് തന്നെയാണ് സഭയ്ക്കകത്ത് ഇപ്പം. ഇവിടെ ജാതികളെ കണ്ടു പഠിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവം നമ്മളെ വിളിച്ചത് കർത്താവ് വെച്ചിരിക്കുന്ന മാതൃക പ്രകാരം മുമ്പോട്ട് പോകാനാണ്. അല്ലെ? പത്രോസ് പറയുന്നു, അവൻ നമുക്ക് ഒരു മാതൃക വെച്ചിട്ട് പോയി. അത് പിന്തുടരാൻ. അപ്പൊ എഫ്രയീമിനെ ദൈവം എന്ത് വലം കൈ വെച്ച് യാക്കോബിനെ കൊണ്ട് അനുഗ്രഹിപ്പിച്ചു. അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ബാല്യോസോദരം, മക്കളെ, നീ എന്റെ ഓമന പുത്രനാണ്, നീ എന്റെ വാത്സല്യ പുത്രൻ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഹൃദയം ഉരുകും എന്ന് പറഞ്ഞു. പക്ഷെ അവന് സംഭവിച്ചപ്പോൾ ആ ഹൃദയം ഉരുകുന്ന ദൈവത്തിലേക്കല്ല അവൻ തിരിഞ്ഞത് അശൂരിലേക്ക്. അതുകൊണ്ട് ദൈവം അവന് സിംഹമായി മാറി. അടുത്ത കണ്ടാ, യഹൂദാഗ്രഹത്തിന് ഒരു ബാലസിംഹം പോലെയും ഇരിക്കുന്നു. കണ്ട, ദൈവം പറയണത് ഞാൻ തന്നെ എന്റെ മക്കളെ എന്ത് ചെയ്യുന്നു എന്ന്. നിങ്ങൾ വിചാരിക്കും പോലെ പ്രിയ ദൈവമക്കളെ, ദൈവമക്കൾ ഇന്ന് അനുഭവിക്കുന്ന കൂടുതൽ കഷ്ടത ആര് കൊടുക്കുന്ന അടിയാണ്? ദൈവം കൊടുക്കുന്നത്. ദൈവം ലൂക്കോസിൽ കൂടെ നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരുങ്ങാത്തവൻ അടി ധാരാളം കൂടുതൽ കിട്ടും. എന്നിട്ട് നമ്മളെ ഒരുങ്ങുന്നില്ല. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നതിന് ഒരുങ്ങുന്നില്ല, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിന് ഒരു ഒരുക്കം നമുക്ക് ഇല്ല. ആ ഒരുക്കമില്ലാത്തതിന്റെ ദൈവം തന്നെയാണ് നമ്മൾ അടിക്കുന്നത്, മനുഷ്യരല്ല. അടുത്ത ആരും വിടുവിക്കുകയില്ല. കണ്ട, എടാ ഹാല്യോസ്തോത്രം. ഏലി പുരോഹിതൻ ഒരിക്കൽ പറഞ്ഞു, മക്കളോട് പറഞ്ഞു, വായിക്കട്ടെ, മക്കളോട് പറഞ്ഞ എന്താണ്? മക്കളെ, മനുഷ്യരോട് തെറ്റ് ചെയ്താൽ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവത്തോട് തെറ്റ് ചെയ്താൽ ആരോട് അപേക്ഷിക്കും? നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോടാണ് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവത്തോട്. ഇനി അപേക്ഷിക്കാൻ ഒരു സ്ഥലം ഇല്ല. പക്ഷെ അവരെ അരിച്ച് ഞങ്ങളിൽ പെട്ടതായിരിക്കുകയല്ലേ, ഇപ്പൊ അങ്ങ് ജയിച്ചു കളയാമെന്ന്. പലരുടെയും ധാരണ ഇതാണ്. ഞാൻ കുറെ നേരം പ്രാർത്ഥിക്കല്ലേ, 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കല്ലേ, ഇപ്പൊ ഞാൻ ജയിച്ചു കളയും. പ്രിയ ദൈവമക്കളെ, ആ പെട്ടകം കയ്യിൽ ഇരുന്നപ്പോൾ തന്നെ വീട്ടിൽ 3 മരണം.
4 മരണം സംഭവിച്ചു. 2 മക്കളും പട്ടു, അപ്പം പട്ടു, മരുമോളും പോയി. അപ്പൊ പെട്ടകം ഇരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ 2 മണിക്കൂർ 3 മണിക്കൂർ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രാർത്ഥന പോലെ നീ എന്ത് ചെയ്യണം? ജീവിക്കണം. ആ പ്രാർത്ഥന പോലെ ജീവിക്കണം. ഹോശേയ പ്രവചനം വായിച്ച അപ്പൊ നോക്കണവേ എന്ത് ചെയ്യണം? കുറ്റമേറ്റു പറയണം. നിങ്ങൾ മനസ്സിലായ? നമ്മൾ ചെയ്ത കുറ്റം എന്ത് ചെയ്യണം? ഏറ്റു പറയണം. ഞാന് വചനം വായിച്ചോണ്ടിരുന്നപ്പോൾ, ഈ ഏറ്റു പറയുന്ന കാര്യം വായിച്ചോണ്ടിരുന്നപ്പോൾ, അല്യാസ്വത്രം യോശുവ ഒരു ചെറിയ പട്ടണമായ 3000 പേര് തോപ്പിക്കാൻ പട്ടണമായ ഹായിയിൽ പോയി തോറ്റപ്പോ യോശുവ എന്ത് ചെയ്ത്? ദൈവസന്നിധിയിൽ നിലമ്പാട് വിടുന്നു. ദൈവം പറഞ്ഞേടാ, എന്റെ മുമ്പിൽ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ പാളയം അശുദ്ധമായിരിക്കുന്നു, അതിനകത്ത് നീ ഒന്ന് വിശുദ്ധീകരിക്ക. ഇന്ന് പല പള്ളികളും ഇങ്ങനെ തന്നെ അശുദ്ധമാ. ചിലരെല്ലാം കയറി വന്നിട്ട് എന്താണ്? അശുദ്ധമായിരിക്കുക. യോശുവ ആളെ നോക്കി കുലമായിട്ട് പിടിച്ചു, കുടുംബമായിട്ട് പിടിച്ചു. അപ്പൊ കാണാം ആഖാന് പിടികിട്ടി. ആഖാനോട് യോശുവ പറയുന്ന ഒരു വാക്ക് എന്താണ്? എന്തു പറഞ്ഞു? യോശുവ ആഖാനോട് പറയുന്നത് 2:19 ആണെന്ന് തോന്നുന്നു, 7:19 ആണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചു നോക്ക്. നോക്കണമേ. അപ്പൊ എന്ത് ചെയ്യണം? യോശുവയോടും പറയണം, ദൈവത്തോടും നീ എന്ത് തെറ്റ് ചെയ്തു എന്നോ. നമ്മള് പാസ്റ്ററോട് പറയുവോ? ചെയ്ത തെറ്റ് പാസ്റ്ററോട് പറയുവോ? ഇവിടെ യോശുവയോട് പറയണം, പിന്നെ ദൈവത്തോടും എന്ത് ചെയ്യണം? ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇതൊരു ന്യായപ്രമാണമാ. ലേവ്യപുസ്തകം 5:5 ഒന്നുകൂടെ വായിച്ചോ. കണ്ട, ആ കാര്യത്തിൽ അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് എന്ത് ചെയ്യണം? പുരോഹിതന്റെ മുമ്പിൽ ഏറ്റ് പറയണം. മതി, ഏറ്റു പറയണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളില് സ്നാനപ്പെടാൻ ചെന്ന ആ വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴെങ്കിലും പാപം ഏറ്റു പറഞ്ഞ എത്ര പേരുണ്ട്? ഒരു വാക്ക് ഏറ്റു പറഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ പറ. ആര് കഴിക്കണത്? ആര് പറഞ്ഞു? എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ചെന്നപ്പോ പാസ്റ്റർ ചോദിക്കണതിന് മറുപടി അല്ലാതെ വേറെ എന്തൊരു പറഞ്ഞു? നിങ്ങള് മനസ്സിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് എന്നല്ലേ വചനം. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ അടുക്കൽ സ്നാനപ്പെടാൻ, ഇത് പറഞ്ഞത് കേട്ട് ഞാൻ ആ വചനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. യോഹന്നാന്റെ അടുക്കൽ സ്നാനപ്പെടാൻ വന്നവരോട് എന്ത് പറഞ്ഞു? 3:6, മത്തായി 3:6 ആണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചു നോക്കാം. കണ്ട, തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ യോഹന്നാനാൽ. കാരണം എന്താണെന്നറിയാമോ? പാപത്തെ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ അവന് ഈ ചെയ്യുന്ന പ്രവൃത്തികളുടെ ശുഭമില്ല എന്നല്ലേ ശലോമോൻ പറഞ്ഞത്.
നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം ശുഭകരമായി തീരണമെങ്കിൽ, ഗുണകരമായി തീരണമെങ്കിൽ, അത് സമാധാനപരമായി തീരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യണം? ചെയ്തേ മതിയാവും. അല്ലാത്തടത്തോളം കാലം അത് ശുഭകരമായി മാറുകയില്ല. ഇവിടെ ഹോശയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹോശയ പറയുകയാണ്, അവർ തങ്ങളുടെ കുറ്റമേറ്റു പറഞ്ഞ എന്റെ മുഖം അന്വേഷിക്കണം. നിങ്ങൾ മനസ്സിലായ? ഇപ്പം വന്നിരിക്കുന്ന ശിക്ഷയ്ക്ക് കാരണം കുറ്റം എന്ത് ചെയ്യുന്നില്ല, ഏറ്റു പറയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഏറ്റു പറഞ്ഞ മുഖം അന്വേഷിക്കുവോളവും കണ്ടാ, കർത്താവ് മടങ്ങിച്ചെന്ന് തന്റെ സ്ഥലത്തിരിക്കും, നമുക്ക് വേണ്ടി എണീറ്റ് വരില്ല. അടുത്ത് എന്ത്? അപ്പൊ മനസ്സിലായി ഈ കഷ്ടത എന്തിനാണ് വന്നത്? ഈ കഷ്ടത എന്തിനു വന്നു? ദൈവത്തെ ജാഗ്രതയോടെ അന്വേഷിക്കാൻ. നമുക്ക് വരുന്ന കഷ്ടതകൾക്ക് കാരണം ദൈവത്തെ എന്ത് ചെയ്യണം? ജാഗ്രതയോടെ അന്വേഷിക്കണം. ജാഗ്രതയോടെ. ഞാൻ തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, 1-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നെഹമ്യാവ് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ ജനം വന്നപ്പോൾ ചോദിച്ചു, അവിടുത്തെ വിശേഷം എന്നു ചോദിച്ചപ്പോൾ, പിതാക്കന്മാരുടെ കല്ലറകൾ ഇടിഞ്ഞും വാതിലുകൾ ചുട്ടുകരിഞ്ഞും ഇരിക്കുന്നു, മഹാ കഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നെഹമ്യാവ് കരഞ്ഞു, ഉപവസിച്ചു. ഉപവസിച്ചിട്ട് 6-ാം വാക്യം എന്താ പറയുന്നത്? കണ്ട, രാവും പകലും പ്രാർത്ഥിക്കുകയും പാപങ്ങളെ എന്ത് ചെയ്ത് ഏറ്റുപറയുകയും ചെയ്തു. കണ്ട, ഏറ്റുപറയുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവിയും ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നു ഇരിക്കണം എന്ന് പറഞ്ഞ നെഹമ്യാവ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, ഇന്ന് തന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? കാര്യം സാധിപ്പിച്ച് ഏത് മനുഷ്യനാണോ? കാരണം എന്താണ്? യസ്രയുടെ കാലഘട്ടത്തിൽ അർത്തുകഷ്ട് രാജാവാണ് എന്ത് ചെയ്യുന്നത്? പണി മുടക്കിയത്. ആ രാജാവിന്റെ മുമ്പിലാണ് ഇപ്പൊ പണി തുറന്നു തരാൻ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥനയില്ല. അപ്പൊ ആ മനുഷ്യനെ ഹൃദയത്തിൽ ആര് തൊടണം? ദൈവം തൊടണം. അതാ തൊടണമെങ്കിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇവിടെ നമ്മളെ ഇന്നത്തെ കഷ്ടതകൾ മാറണമെങ്കിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചേ മതിയാവൂ. ആ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചിങ്ങോട്ട് വന്നപ്പോൾ ദൈവത്തിന്റെ കൈ ആർക്കനുകൂലമായി? നെഹമ്യാവിന് അനുകൂലമായി. 2:8. മനസ്സിലായില്ലേ? ദൈവത്തിന്റെ കൈ നെഹമ്യാവിന് അനുകൂലമായി തീർന്നു. അവ അപേക്ഷിച്ച അത്രയും രാജാവ് എന്ത് ചെയ്തു? അവന് പേപ്പർ എഴുതി കൊടുത്തു, എല്ലാം തരാൻ വേണ്ടിയിട്ട്. ഈ പേപ്പർ വാങ്ങിച്ചോണ്ട് ഇവ ഇങ്ങോട്ട് വന്നപ്പോഴാണ് 2:19-20 വാക്യം വായിച്ചേ. കണ്ടാ, ഇവിടെ ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമാകുമ്പോൾ അടുത്തൊരു പരിഹാസം നിനക്ക് നേരെ എന്ത് ചെയ്തിരിക്കും? ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നീ പണി എന്ത് ചെയ്യരുത്. ഇത് മുടങ്ങണം. ഈ പണി എന്ത് ചെയ്യണം? മടങ്ങണം. പരിഹാസം വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ പരിഹാസം വന്നപ്പോ നെഹമ്യാവ് പ്രാർത്ഥിച്ചു, ദൈവമേ അവരെ കാര്യം എന്ത് ചെയ്യണം? നിഷ്ഫലമാക്കി. എങ്ങനെ പരിഹസിച്ചെന്നറിയാമോ? 4-ാം അധ്യായം 4-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് വായരും.
കണ്ട, ഒന്ന് നിന്ദിക്കുകയാണ്, നിന്ദിച്ചു. രണ്ടാമത്തെ ചോദ്യം, ദുർബലന്മാരെ, നിങ്ങളതിൽ പണമുണ്ടോ ഇത് ചെയ്യാൻ? ദൈവത്തിന്റെ കൈ അനുകൂലമായി. ദൈവം എല്ലാത്തിനും എന്ത് ചെയ്ത് നെഹമ്യാവ് എന്തൊക്കെ ചോദിക്കുന്നോ അതേപോലെ ചെയ്തു കൊടുക്കാം. വനപാലകന്റെ അടുത്ത് അവിടുത്തെ ഭരിക്കുന്ന ഗവർണർക്ക് എന്ത് ചെയ്തു കൊടുത്തു? ലെറ്റർ കൊടുത്തു. പൈസ ഒന്നും വാങ്ങിക്കരുത്, എന്ത് നെഹമ്യാവ് ചോദിച്ചാലും അതെന്ത് ചെയ്യണം? കൊടുക്കണം. പക്ഷെ ഇവിടെ ചോദിക്കുന്ന ചോദ്യം കണ്ട, എടാ നിങ്ങൾ ദുർബലന്മാരാണ്, നിങ്ങൾക്ക് പണമില്ല, നിങ്ങൾക്ക് ആൾ ബലമില്ല, നിങ്ങൾക്ക് ചെയ്യാനുള്ള ശക്തിയില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ ചെയ്യും? അടുത്ത, നിങ്ങൾ യാഗം കഴിക്കുമോ? നിങ്ങൾക്ക് അതിന് ലേവ്യരുണ്ടോ നിങ്ങളെ കൂട്ടത്ത്? ഇടയ്ക്ക് എവിടെന്നോ നിങ്ങൾ കുറെ അടിമകളായി കിടന്നിട്ട് വന്നിട്ട് ഇവിടെ കയറി അങ്ങ് പണിയാൻ തുടങ്ങിയ അതിന് കുറെ വ്യവസ്ഥകളില്ലേ? ഒരു ദിവസം കൊണ്ട് നിങ്ങൾ പണി തീർക്കുമോ? എങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. അടുത്ത, ബന്ധു കിടക്കാണ്. നിങ്ങളിപ്പോ എങ്ങനെ കിടക്കുന്നു? ഒരു ജീവനില്ലാത്ത വസ്തുക്കളായി, ഒരു ജീവൻ വെളിപ്പെടാത്ത ജീവിതങ്ങളായി, ഒരു ജീവനും ഇല്ലാത്തവരായി, പ്രവർത്തിക്കാൻ കഴിവില്ലാത്തവരായി, ശേഷിയില്ലാത്തവരായി, ബലമില്ലാത്തവരായി നിങ്ങൾ കിടക്കുന്നു. നിങ്ങൾ ഒരു ദിവസം കൊണ്ടൊക്കെ ജീവിപ്പിച്ചളയോ? അടുത്ത, ഒരു കുറുക്ക കയറി പെയ്യാൽ എന്ത് ചെയ്യും? ഇവർ പണിയുന്ന മതിലെല്ലാം പൊളിയും. ഒരു കുറുക്കം കയറി പെയ്യാ മതി. നമ്മളെ കുറിച്ച് ജാതികളുടെ അഭിപ്രായം ഇതാ. പക്ഷെ നമ്മുടെ പിന്നിൽ ബലവാനായ ഒരു ദൈവം ഉണ്ടെന്ന് ഇവരാരും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കാനുള്ള കാരണം നമുക്ക് തോൽവികളേ ഉള്ളൂ. ഒരു ജയവും ഇതുവരെ എന്തില്ല, ഇല്ല. മനസ്സിലായ? അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. നെഹമ്യാവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, അതിന്റെ 4-ാം വാക്യം വായര്. നോക്കണമേ, നെഹമ്യാവ് അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാണ്, ദൈവമേ ഞങ്ങൾ നിന്ദിതരായി തീർന്നിരിക്കുന്നു, നിന്റെ കൈ അനുകൂലമായത് കൊണ്ടാണ് ഞാൻ പണിയാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങളിതാ നിന്ന പാത്രമായി മാറിയിരിക്കുന്നു, ഞങ്ങൾക്ക് ആരുമില്ല ദൈവമേ. പ്രിയ ദൈവമക്കളെ, ഇതേപോലെ നിലവിളിച്ച് കരയാമെങ്കിൽ, ഇതേപോലെ നിലവിളിച്ചൊരു പ്രാർത്ഥനാ ജീവിതം നിന്നിൽ നിന്നുണ്ടാകാമെങ്കിൽ, ആദ്യം അവൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, തങ്ങളുടെ പാപങ്ങളെ എന്ത് ചെയ്തു? ഏറ്റുപറഞ്ഞു. ഏറ്റുപറഞ്ഞിട്ടാണ് നീ പണി ആരംഭിക്കുന്നതെങ്കിൽ, ഏത് ശത്രു നിന്നെ നിന്ദിക്കട്ടെ, ഏത് ശത്രു നിന്നെ പരിഹസിക്കട്ടെ, നീ ദൈവസന്നിധിയിൽ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, അവന് നിന്ദിച്ചോണ്ടേയിരുന്നു. പക്ഷെ നെഹമ്യാവ് പണി എന്ത് ചെയ്തോണ്ടിരുന്നു? പണി ചെയ്തോണ്ടേയിരുന്നു. അല്ലെ? 2:19-21 ഒന്നുകൂടെ വായിച്ചേ. കണ്ട, നമ്മളെ പണിയാൻ വയ്യാതെ എന്താണ്? എടാ, ഒരു നല്ല വീട് വയ്ക്കാൻ വയ്യാലും ഇത് എന്ന് പറയും. ഈ കിടന്നാ പോലെ ഇപ്പൊ ഈ വലിയ വീട് വയ്ക്കേണ്ട കാര്യം ഉണ്ടാ? പരിഹാസം. അടുത്ത് നോക്ക്, നീ ആരടുത്തും പറയണ്ട.
നീ ആരടുത്ത് വഴക്കിന് പോണ്ട. അവര് പരിഹസിക്കുമ്പോൾ നീ താഴ്ന്നിരുന്നിട്ട് ദൈവത്തോട് പറ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. മനുഷ്യനല്ല സാധിപ്പിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം. ഈ വിശ്വാസത്തോടിറങ്ങിയ നെഹമ്യാവിന്റെ മുമ്പിൽ സാധനങ്ങളെല്ലാം വനപാലകനും അവിടുത്തെ ഗവർണറും ഒക്കെ കൊടുത്തു. പക്ഷെ പണി ചെയ്യാൻ ഇവർക്ക് എന്തില്ല. 4:10 വായിച്ച കണ്ട, പണിയാനുള്ള സാധനമുണ്ട്, പക്ഷെ എന്തില്ല. ഇവരെ ബലം ജയിച്ചു. ഞാൻ പല വീടുകളും പോകുമ്പോ പലയിടത്തും ഒക്കെ സാധനങ്ങൾ മിച്ചമുണ്ട്. അത്രയും കൂടെ പണി ചെയ്യാൻ പോലും അവർക്ക് എന്തില്ല, ബലമില്ല. സാമ്പത്തിക ബലമില്ല, കായിക ബലമില്ല. എടാ, ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കണം. നിനക്ക് നിന്റെ പൈസ ചെലവാക്കി പല വീടുകളിൽ, ഈയിടയ്ക്ക് ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ 5 പാക്കറ്റ് സിമന്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, കട്ട പിടിച്ച് ഒരു ഉപയോഗശൂന്യമായിട്ടിരിക്കണം. ഞാൻ ചോദിച്ചത് എന്തിനത് എടുത്തു വെച്ചത്? പണിയാൻ വേണ്ടി എടുത്തു വെച്ച് പാസ്. പക്ഷെ പെട്ടെന്ന് ഞാൻ രോഗിയായി, ആശുപത്രിയിലായി. മാസം 3 കഴിഞ്ഞ് സിമന്റ് എന്ത് ചെയ്ത് ഒരു ഉപയോഗമില്ലാത്ത രീതിയിലായി. ഇവിടെ ദൈവത്തിന്റെ കൈ അനുകൂലമായി വന്നിട്ട് ആ പണി സാധനങ്ങളെല്ലാം ദൈവം ഫ്രീ ആയിട്ട് കൊടുപ്പിച്ചിട്ട് അത് പണി ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നാ, ഇവിടെ ബലം ക്ഷയിച്ചോ എന്നാ. അപ്പൊ നിങ്ങൾ മനസ്സിലായിക്കോളെ, നിങ്ങൾക്ക് നേരെയുള്ള പൈശാചിക ശക്തിയുടെ പോരാട്ടം എന്താണെന്ന്. എടാ, ദൈവം നിങ്ങളുടെ കൈക്ക് അനുകൂലമായാലും പ്രതികൂലമായ ശക്തി നിങ്ങളെ വേട്ടയാടുന്നു. മനസ്സിലായല്ലേ? വായിച്ചോ 10 തൊട്ട് വായിച്ചോ. കണ്ട, ഇവിടെ അവർ തന്നെ സ്വയം, പണ്ട് അബ്രഹാം പറഞ്ഞതുപോലെ, എനിക്ക് 100 വയസ്സാണ്, 99 വയസ്സാക്കി, എനിക്കിനി ഇല്ല, സുഖഭോഗങ്ങളൊന്നും വേണ്ട, എനിക്കിനി മക്കളും വേണ്ട, ഇസ്മായിൽ ജീവിച്ചിരുന്നാൽ ദൈവം കൊടുക്കാന്ന് പറഞ്ഞിട്ടും വേണ്ട. അതുപോലെയാണ് ഇപ്പൊ ദൈവമക്കള്. സാധനം കൊടുത്തിട്ടൊന്നില്ല, പണിയാൻ അവർക്ക് മനസ്സിലായ, പണിയാൻ മനസ്സില്ലെന്ന് അവര് തന്നെ പറയുക. കാരണം പ്രിയ ദൈവങ്ങളെ, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥനയില്ല, ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥനയില്ല. അതാ കുഴപ്പം. ഇവിടെ നെഹമ്യാവ് പുറകോട്ട് പോകൂല. കാരണം നെഹമ്യാവ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പണിക്ക് എന്ത് ചെയ്തത്, വന്നത്. അതുകൊണ്ട് നെഹമ്യാവ് ഒരു കാൽ പോലും പുറകോട്ട് വെക്കില്ല. അടുത്ത വായിച്ചോ. മനസ്സിലായ? രണ്ടാമത്തെ പരിപാടി കണ്ട, എന്ത് ചെയ്യണം? ഒരു മരണം നടന്ന പണി ഇവര് പിടികിട്ടിയ, ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു മരണം നടന്ന കല്യാണം പോലെ 41 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ, വയ്ക്കുള്ളൂ. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു മരണം നടന്ന 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ, വീണ്ടും പണി. അപ്പോഴും ഈദിലിരിക്കുന്ന പണിക്കുള്ള പൈസ എങ്ങോട്ട് എടുത്ത് ചിലവാക്കും? പറ, മരണ ചെലവിനെടുത്ത് ചിലവാക്കും. അപ്പം പിന്നെ പണി നടക്കുവോ? പറ, പിടികിട്ടിയാ നിങ്ങൾക്ക്? ശത്രുവിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കുറ്റം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാത്തത് കണ്ട് ശത്രു ജയിച്ചുകൊണ്ടിരിക്കണം. അടുത്ത കണ്ടോ, ഇപ്പൊ പറയാണ് നിങ്ങൾ പണിയൊക്കെ അവിടെ കിടക്കട്ടെ, നീ ഞങ്ങളുടെ അടുത്ത് വാ, കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ചർച്ചകൾ ചെയ്ത് അല്പം മനാശ്വാസം കിട്ടണമെങ്കിൽ നീ ഞങ്ങളടുത്ത് ആശ്വാസം കിട്ടണമെങ്കിൽ വാ. ഇപ്പൊ പലർക്കും വീടുകളിൽ ഇരിക്കാൻ സമയമല്ല, എവിടെ ചെന്നിരിക്കും? കൂട്ടുകാരുടെ ഇടയിൽ ചെന്ന് ആശ്വാസത്തിന് ചെന്നിരിക്കണത്.
ഞാൻ പറയാം പ്രിയ ദൈവമക്കളെ, ഈ സാധനങ്ങൾ ഇറക്കി വെച്ചിട്ട് എത്രയോ വീടുകൾ ഇങ്ങനെ കിടക്കണമെന്നറിയാമോ? പണിയാൻ പറ്റാതെ. ഒന്ന് ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ ഇവർക്ക് മനസ്സുണ്ടോ? ചില വീടുകളിൽ ടെയിൽ ഇറക്കി വെച്ചിട്ടുണ്ട്, ചില വീടുകളിൽ പൂശാൻ സിമന്റ് ഇറക്കി വെച്ചിട്ടുണ്ട്, ചില വീടുകളിൽ പൂശേണ്ട മണ്ണിറക്കിയിട്ടിട്ടുണ്ട്. ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവ കൃപ പ്രാപിച്ചോണ്ട് അങ്ങോട്ടെ പണി ചെയ്യാൻ ഇവർക്ക് മനസ്സിലാവും. നിസ്സാര കാര്യത്തിലാണ് ഇവർ എന്ത് ചെയ്തിരിക്കണം? തോറ്റ്. അടുത്ത വാക്യം. അതിന്റെ 15-ാം വാക്യം വായിച്ച. അതിന്റെ 15-ാം വാക്യം. നോക്ക്, അവര് പറഞ്ഞതാണ് അവരെ ഇടയിൽ ചെന്ന് കൊല്ലുന്ന പണി നിർത്തിക്കാം, ഇവരെ ശക്തി ക്ഷയിപ്പിക്കാം. പക്ഷെ നെഹെമ്യാവ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ചു വന്നപ്പോൾ ദൈവം അവരുടെ ആലോചന എന്ത് ചെയ്തു? നിഷ്ഫലമാക്കി മാറ്റി. ഇന്ന് പകൽക്കാലം ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തില് പിശാചിന്റെ ആലോചനയല്ല, മനുഷ്യന്റെ ആലോചനയല്ല, ദൈവത്തിന്റെ ആലോചന നടക്കണം. ദൈവത്തിന്റെ ആലോചന നടക്കണം, പിശാചിന്റെ ആലോചനയല്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയപ്പോൾ 6-ന്റെ 15-ാം വാക്യം ഒന്ന് വായിര്. 6-ന്റെ 15. എത്ര ദിവസം കൊണ്ട്? 52 ദിവസം കൊണ്ട് പണി തീർത്തു. അവരവിടെ കിടന്നുകൊണ്ട് ഉള്ള പൊക്കാറെല്ലാം കാണിച്ചോണ്ടിരുന്നു. പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾക്ക് മനസ്സിലായോ? പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലായോ? വെറും 52 ദിവസം കൊണ്ട് ആല്യാസ്തോത്രം എത്ര വെല്ലുവിളികൾ വന്നു, എത്ര തടസ്സങ്ങൾ വന്നു, എത്ര യഹൂദന്മാർ തന്നെ ഇവർക്ക് വിരോധമായിട്ട് വന്നു. എന്നിട്ടും നെഹെമ്യാവിന്റെ പ്രാർത്ഥന, നെഹെമ്യാവ് ശക്തമായിട്ട് ദൈവസന്നിധിയിൽ ഉറച്ചു നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തതുകൊണ്ട് 52 ദിവസങ്ങൾ കൊണ്ട് പണി തീർക്കാൻ തക്കവണ്ണം നെഹെമ്യാവിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ, ഞങ്ങൾ നിന്ദിതരായിരിക്കുന്നു, ഞങ്ങൾ പരിഹാസികളായിരിക്കുന്നു, കർത്താവേ എനിക്ക് പരിഹാരം നൽകണം, എനിക്ക് പരിഹാരം വരുത്തിയേ മതിയാവും. നിങ്ങൾക്കറിയാമോ, ഒരു വാക്യം കൂടെ ഞാൻ പുതിയ നിയമത്തിൽ പറഞ്ഞുതരാം. കർത്താവ് ഹാല്യാസ്വതനം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ നമുക്കൊരു വാഗ്ദത്തം നടന്നു, കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന്. ആ പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചേ. ദൈവം പറഞ്ഞിരിക്കുകയാണ് എന്താണ് ഇതൊക്കെ സംഭവിക്കണം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ദൈവം സത്യം ചെയ്ത് പറഞ്ഞ കാര്യം. അത് സംഭവിക്കാതിരിക്കാനാണ് ഭീഷണി. അത് സംഭവിക്കാതിരിക്കാനാണ് ഭീഷണി. മനസ്സിലായാലും എന്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്ന് പറഞ്ഞു അതൊരിക്കലും സംഭവിക്കരുത്. നോക്കണമേ, യേശു കർത്താവിന്റെ നാമത്തിലുള്ള അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഇത് ദൈവം തീരുമാനിച്ചതാ. പക്ഷെ അവര് ഭീഷണിപ്പെടുത്തി എന്ത് ചെയ്തു? ഇത് നടക്കാതെ ആക്കുന്നു. അത് കണ്ടാണ് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി എന്ത് ചെയ്ത് വായിച്ചേ. കണ്ടാ,
അവര് കൂടിയിരുന്ന് അങ്ങോട്ട് കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്നിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരാളല്ല, രണ്ടുപേരല്ല, കുടുംബത്തിനകത്ത് എത്ര പേരുണ്ടോ അത്രയും പേര് ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അടിസ്ഥാനം കുലുങ്ങിയത്. അടിസ്ഥാനം കുലുക മാത്രമല്ല, അവർ പൂർണ്ണ ധൈര്യത്തോടെ വചനം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. പൂർണ്ണ ധൈര്യത്തോടെ വചനം പ്രസ്താവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കാര്യങ്ങൾ നടക്കണം. തെളിവോടെ എന്ത് ചെയ്തു? പ്രസ്താവിപ്പാനിടയായി. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഇതേപോലെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ കുടുംബത്തിനകത്ത് ഒരാളല്ല, രണ്ടുപേരല്ല, എത്ര പേരുണ്ടോ അവരെല്ലാം കൂടെ ഇരുന്ന് കരം കോർത്ത് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെയുള്ള സകല പ്രതികൂലങ്ങളെയും ദൈവം തൂത്തെറിഞ്ഞിട്ട് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നത് അത് തന്നെ നടക്കുമെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏറ്റെടുത്ത കരങ്ങൾ തട്ടി ദൈവത്തിന് മകത്വം കൊടുത്താട്ടെ. കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞാൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ. പകൽക്കാലം നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ പൂർണ്ണതയോടെ നമുക്ക് ലഭിക്കുവാൻ, എല്ലാ പരിഹാസങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് ധൈര്യത്തോടെ നമ്മുടെ കുറ്റങ്ങളെ ദൈവസന്നിധി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ.